വയനാട് ദുരന്ത ബാധിതർക്കായി വീട് വയ്ക്കാൻ പണമില്ലെന്ന് കോൺഗ്രസ്. പിരിച്ച തുകയുടെ കണക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പുറത്തുവിട്ടു. പണം ആപ്പ് നിർമ്മിക്കാനും ഭൂമി വാങ്ങാനും ചെലവായെന്ന് വ്യക്തമാക്കിയ നേതൃത്വം രജിസ്ട്രേഷൻ അടക്കം നടപടികൾ പൂർത്തിയാക്കാൻ 73 ലക്ഷം രൂപ കൂടി വേണമെന്നും വിശദീകരിച്ചു. എന്നാൽ കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് കള്ളമാണെന്നും തുക വകമാറ്റിയെന്നും CPIM ആരോപിച്ചു. വയനാടിനായി പിരിച്ച പണം എവിടെ, വീടെവിടെ എന്ന ചോദ്യം CPIM ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസ് നിർബന്ധിതരായത്. വയനാട് ഫണ്ടായി കോൺഗ്രസ് ആകെ പിരിച്ചത് 5,38,00,000 രൂപയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വെളിപ്പെടുത്തി. 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചു. KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ നൽകി. ഫണ്ടിനായി ആപ്പ് നിർമ്മിക്കാൻ 9,30,000 രൂപ ചെലവായി. കുന്നമ്പറ്റയിൽ ആദ്യഘട്ടം സ്ഥലം വാങ്ങാൻ 3,68,00,000 രൂപയും രണ്ടാം ഘട്ടത്തിൽ ഭൂമി വാങ്ങാൻ 2,50,30,275 രൂപയും ചെലവിട്ടു. പിരിച്ച തുകയേക്കാൾ കൂടുതൽ തുക ഇതിനോടകം ചെലവായതിനാൽ നിലവിൽ വീട് വയ്ക്കാൻ ഫണ്ടില്ലെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഇപ്പോൾ നിലവിൽ കയ്യിലില്ല. ഞങ്ങളുടെ പണം, പാർട്ടിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗിക്കപ്പെടും. ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ തന്നെ പിരിച്ച പൈസയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. AICCയുടെയും KPCCയുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ഞങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. വീട് വെക്കാനുള്ള തുകയ്ക്കായി KPCCയുടെയും AICCയുടെയും ഫണ്ട് ഉപയോഗിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച തുകയേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വരുമെന്ന് ഷാഫി പറമ്പിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾക്ക് കളക്ഷൻ കിട്ടിയ പൈസയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതിന് ചെലവഴിക്കേണ്ടി വരും. സർക്കാരിനെ പോലെ ബാക്കി വെച്ച പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഞങ്ങൾക്ക് പൈസ ബാക്കി വരില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം. അപ്പൊ KPC ഫണ്ട് കൊടുക്കണം, AICC ഫണ്ട് വെക്കേണ്ടി വരും, മറ്റു ഘടകങ്ങൾ വീണ്ടും പൈസ തരേണ്ടി വരും. എന്നാൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുള്ളൂ. കണക്ക് പുറത്തുവിട്ടെങ്കിലും വിമർശനത്തിന് മൂർച്ച കൂട്ടുകയാണ് CPIM. കോൺഗ്രസിന്റേത് തട്ടിക്കൂട്ട് കണക്കാണെന്നും പ്രതിഷേധം ശക്തമായതോടെയാണ് കണക്ക് പുറത്തുവിട്ടതെന്നുമാണ് വിമർശനം. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് രണ്ടാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. വിമർശനത്തെ അടുത്ത കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റി. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോൾ പറയാം. വീട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ചൂരൽമലയിലെ ശ്രുതിയെ കൽപ്പറ്റ MLA T സിദ്ദീഖ് പറ്റിച്ചതായി CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് ആരോപിച്ചു. ആശുപത്രി കിടക്കയിൽ നിന്ന് വന്ന ശ്രുതിയോട് ആ ദിവസം MLA ആണ് ഇതിന്റെ ലേ ഔട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് 120 ദിവസം കൊണ്ട് വീട് നിർമ്മിച്ചുവെന്ന് പറയുന്നത്. ഉത്തരവാദിത്തമില്ലേ MLAക്ക്? അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ശ്രുതി ടൗൺഷിപ്പിൽ നിന്നും വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ വെച്ച് വാങ്ങിപ്പോയത്. എന്തിനാണ് ഇങ്ങനെ ശ്രുതിയെ പോലെയുള്ളൊരു പെൺകുട്ടിയെ, ദുരന്തബാധിതരെ എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് പറ്റിക്കുന്നത്? എന്നാൽ ശ്രുതിക്ക് വീട് നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നുമായിരുന്നു T സിദ്ദീഖിന്റെ മറുപടി. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് T സിദ്ദീഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ടൈം ന്യൂസ് ഇവരോട് നേരിട്ട് സംസാരിച്ചാണ് ഇതൊക്കെ തീരുമാനമെടുത്തത്. എന്നെ മാത്രമല്ല അതിന്റെ തറക്കല്ലിന് ക്ഷണിച്ചത്. ആ തറക്കല്ലിടൽ കർമ്മത്തിൽ അവർ പലരെയും ക്ഷണിച്ചിരുന്നു. ഞാൻ ദുരന്തബാധിതരുടെ എല്ലാ പ്രവർത്തനത്തിലും പങ്കാളിയാണ്. ഞാൻ അവിടെ ശ്രുതിയുടെ വീടിന്റെ തറക്കല്ലിടാനും പോയിട്ടുണ്ട്. അപ്പൊ ഇത് ബോധപൂർവം തെറ്റു പറഞ്ഞ് ഒന്ന് സ്ഥാപിച്ചെടുത്ത് ക്ഷീണിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ്. കോൺഗ്രസ് കണക്ക് പുറത്തുവിട്ടെങ്കിലും പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മറ്റു വിവാദങ്ങൾക്കൊപ്പം വയനാട്ടിലെ പുനരധിവാസവും ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.